ഹായ്, ഇത് ശ്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസ്റ്റന്റ് ഡെൽറ്റ കാസ്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗ്രാൻഡ് വിത്താറായിട്ടാണ്. നിങ്ങളൊരു ഗ്രാൻഡ് വിത്താർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ എടുത്ത ആളാണോ? നിങ്ങൾക്ക് ഈ വഴി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ എന്തൊക്കെ ആക്സറീസ് ചെയ്യണമെന്നും അതെങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുമെന്നും നോക്കിയാലോ. കമോൺ. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ വണ്ടിയുടെ സൈഡിൽ നിന്ന് തുടങ്ങാം. സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഫുഡ് സ്റ്റെപ്പാണ്. ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ഫുഡ് സ്റ്റെപ്പ് അല്ല, ഒരു പ്രീമിയം ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ്. ഈ ഫുഡ് സ്റ്റെപ്പ് വെച്ചതിന് ശേഷം നമ്മുടെ ഈ വണ്ടി ഒരു ബിഗ് ലുക്കിലേക്ക് മാറിയുണ്ട്. ഒരു വലിപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലുക്ക് മാത്രമല്ല, ഒരു സേഫ്റ്റി ഫീച്ചറും കൂടിയാണ്. സൈഡിൽ വരുന്ന ചെറിയ ചെറിയ തട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും, വണ്ടിക്ക് എഫക്റ്റ് ഇല്ലാണ്ട്. അതുകൂടാണ്ട് ഇന്ന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ, അതുപോലെ തന്നെ മുട്ടിൻ്റെ പേന എന്നുള്ളതൊക്കെ. ഇത് നമുക്ക് ഏജുള്ള ആൾക്കാർക്കും ഏജ് ഇല്ലാത്ത എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. ഇതിനുള്ള ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറുമ്പോഴുള്ള ഒരു ഹൈറ്റിൻ്റെ പ്രശ്നം കാരണം വരാറുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു എഫക്റ്റ് തന്നെയാണ് ഈ ഫുഡ് സ്റ്റെപ്പ് നൽകുന്നത്. പിന്നെ ഒബ്വിയസ്ലി വയസ്സായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കയറാൻ ഇത് വളരെ ഉപകാരമായിരിക്കും. അതുപോലെ നിങ്ങളുടെ വണ്ടിയിൽ ഫുഡ് സ്റ്റെപ്പ് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും. അതിലൊരു സംശയമാണ് ഇത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ വെൽഡ് ചെയ്യേണ്ടി വരുമോ, ഹോൾ അടിക്കേണ്ടി വരുമോ എന്നുള്ളത്. ഒരിക്കലുമില്ല. ഇത് ഓരോ വണ്ടിക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലാമ്പുകൾ വരുന്നുണ്ട്. ഹോൾസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒന്നും നമുക്ക് എക്സ്ട്രാ വെൽഡിങ്ങോ അല്ലെങ്കിൽ ക്ലാമ്പിങ്ങോ ഹോളിങ്ങിൻ്റെ ആവശ്യമില്ല, പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സംശയമുള്ള കാര്യമാണ് നിങ്ങളുടെ വണ്ടിയുടെ വെയിറ്റ് കൂടുമോ, ഇത് വെയിറ്റ് കൂടുതലുള്ള ഫുഡ് സ്റ്റെപ്പ് ആണോ എന്നുള്ളതൊക്കെ. ഒരിക്കലുമില്ല. ഇതൊരു ABS ക്വാളിറ്റിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുരുമ്പ് പിടിക്കില്ല, അലുമിനിയത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ല പ്രൊട്ടക്റ്റീവ് കോട്ടിങ് ആയതുകൊണ്ട് ABS ആയതുകൊണ്ട് തന്നെ വെയിറ്റും കുറവാണ്. ഒരിക്കലും നിങ്ങളുടെ മൈലേജ് ഷോട്ടോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. അതുപോലെ നിങ്ങളുടെ സംശയമായിരിക്കും ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എന്നുള്ളത്. ഇതിന് ഒബ്വിയസ്ലി നമുക്ക് 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു 50 year വരെ പക്ക അതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു 8,000 മുതൽ ഒരു 35,000 വരെ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഓപ്ഷനും വരുന്നുണ്ട്. ഒരു 1.5 റേഞ്ചിലാണ് അതും വരുന്നത്. അതുപോലെ നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഒരു ലുക്കിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഒരു എയർ ഫ്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലെ ഒരു പ്രീമിയം ഒരു സ്പോർട്ടി ലുക്ക് തന്നെ നൽകുന്നുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഈ വെഹിക്കിളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവമാണ് സ്റ്റിയറിംഗ് കവർ. ഒരു OEM ഫിനിഷുള്ള പ്രീമിയം ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ലെതറാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കൈ വേർക്കുമ്പോഴുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിന് കൂടാണ്ട് നമുക്കൊരു 1 year വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 year വരെ ഡ്യൂറബിലിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഈ സംഭവം. ഇപ്പോൾ നിങ്ങളുടെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഈ സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ സ്റ്റിയറിംഗിൽ തന്നെയാണോ, അപ്പോൾ സൂചിയൊക്കെ ഇട്ട് നമ്മുടെ സ്റ്റിയറിംഗ് കംപ്ലൈൻ്റ് ആവില്ല എന്നുള്ളത്. അതുപോലെ ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. ഒരിക്കലും ഈ സ്റ്റിയറിംഗ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരുന്നില്ല. ഇത് നമ്മൾ ഓൾറെഡി സ്റ്റിയറിങ്ങിൻ്റെ മുകളിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക. അത് സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ ആ ലെതർ ടു ലെതറാണ് സ്റ്റിച്ച് ചെയ്യുക. ഒരിക്കലും നമ്മുടെ സ്റ്റിയറിങ്ങിനെ ഇത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ ഇത് വേണ്ടാന്ന് വെക്കുന്നത് അത് ഊരുകയാണെങ്കിൽ നിങ്ങളുടെ പഴയ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഈ വെഹിക്കിളിൽ ചെയ്തിരിക്കുന്ന കുറച്ച് ആക്സറീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായും ചെയ്യേണ്ട ആക്സറീസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഒത്തിരി ആക്സറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ ഗ്രാൻഡ് വിത്താറിൽ, നിങ്ങൾ ഓടിക്കുന്ന ഗ്രാൻഡ് വിത്താറിൽ എന്തെങ്കിലും ആക്സറീസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ചെയ്യാം. അതുപോലെ ഗ്രാൻഡ് വിത്താർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും ഉള്ള സംഭവമാണ് അതിൽ ഓഡിയോ ട്യൂണിംഗ് എന്ന് പറയുന്നത്. അതായത് കമ്പനി സ്റ്റീരിയോയിലെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും, പക്ഷേ അത് നമുക്ക് ഉള്ള സ്പീക്കറിൽ തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക്, അത് നിങ്ങൾ പോയി കണ്ടോളൂ. അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് EMI ഓപ്ഷൻ അവൈലബിൾ ആണ്, ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിൻ്റെ ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ്. ഒത്തിരി വർക്കുകൾ നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ബുക്കിംഗ് അഗെയിൻസ്റ്റാണ് വർക്കുകൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബുക്കിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്തതിനു ശേഷം മാത്രം വരിക. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട്, കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇതുപോലെ നിങ്ങളുടെ ഗ്രാൻഡ് വിത്താര ഒരു മോഡിഫൈ ചെയ്ത ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. അതിനെല്ലാ ഫെസിലിറ്റികളും EMI ഓപ്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ബജാജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടാണ്ട് ഇത് ചെയ്യാനുള്ള ആഗ്രഹം മാത്രം മതി. അപ്പോൾ ദിസ് ശ്രീജിൽ കലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസ്റ്റന്റ് ഡെൽറ്റ കാസ്.